കോഴിക്കോട്ട് നിന്ന് വരുന്ന വാർത്ത മറ്റൊരു രോഗത്തിന്റേതാണ്. ഷിഗല്ല ജാഗ്രതയിലാണ് കോഴിക്കോട് നഗരം. മുണ്ടിക്കൽ താഴം ചെലവൂർ മേഖലയിൽ 25 പേർക്ക് രോഗലക്ഷണം ഉണ്ടായി. 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. എണ്ണം കൂടിയാൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനമുണ്ട്. വിശദാംശങ്ങളുമായി VS രഞ്ജിത്ത്, എന്താണ് ഈ രോഗത്തെക്കുറിച്ച് ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? ഡെൻസിൽ, കോഴിക്കോടിന്റെ ചില ഭാഗങ്ങളിൽ നേരത്തെയും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അതൊന്നൊരു പാൻഡമിക്കിന്റെ സിറ്റുവേഷനിലേക്ക് പോവുകയോ വലിയ തോതിൽ പടർന്നു പിടിക്കുകയോ ചെയ്തിരുന്നില്ല. ഇപ്പോഴും അതേ സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് നമുക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ പറയുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 18-ാം വാർഡ് മായനാട് കോട്ടാമ്പറമ്പ് ഭാഗത്താണ്. ആ ഭാഗത്ത് ഒരു കുട്ടി ഈ ഷിഗല്ല രോഗം ബാധിച്ച് മരിച്ചിരുന്നു. ആ കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത കുറച്ചു പേർക്ക് ചില രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അവരെ പരിശോധിച്ച് അവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തും. ഇന്ന് കൂടുതൽ രോഗനിർണയ ക്യാമ്പുകൾ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ആ രോഗനിർണയ ക്യാമ്പുകൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒരു അതീവ ജാഗ്രതയിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ നമ്മളെ നേരിട്ട് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ രോഗം സ്ഥിരീകരിച്ച മേഖലയിലുള്ള കിണറുകൾ ശുചീകരിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ശുചിത്വമാണ് ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗവും. കുട്ടികളിൽ ഇത് വലിയ തോതിൽ വലിയ മാരകമായ രീതിയിലേക്ക് മാറുന്നത് ഇതിന്റെ സ്വഭാവമാണ്. ഏതായാലും ഒരു ഭീതിജനകമായ സാഹചര്യത്തിലേക്ക് മാറിയിട്ടില്ല. 25 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. 4 പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒരു കുട്ടി ഈ രോഗം ബാധിച്ച് മരിച്ചിരുന്നു. അതുപോലെ തന്നെ 9 കുട്ടികൾക്ക് ഈ രോഗലക്ഷണങ്ങളോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. അതിൽ 2 കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 7 കുട്ടികൾ ഈ രോഗലക്ഷണങ്ങൾ ഭേദമായി മടങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ ഒരു ആശ്വസിക്കാവുന്ന രീതിയിലുള്ള കണക്കുകളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം വാങ്ങുന്നതും എല്ലാം ഒഴിവാക്കണമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ കോട്ടാമ്പറമ്പ് ഭാഗത്ത് മാത്രമാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നഗരത്തിലാകെ ഇത്തരത്തിലുള്ള ഒരു ഭീതിയില്ല. ഏതായാലും നഗരം മുഴുവൻ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു.